ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഡാസ്ലറിൻ്റെ ഓൾ ഡേ ലിപ് കളർ അൾട്രാ ഇൻറ്റൻസ് മാറ്റ് സ്മഡ്ജ് പ്രൂഫ് ലൈറ്റ് വെയ്റ്റ് ലിപ്സ്റ്റിക്കാണിത്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് DLC 025 ഹേസൽനട്ട് കപ്പാണ്. 6 ഗ്രാം ഓഫ് പ്രൊഡക്റ്റാണ് ഇത് വരുന്നത്. ഞാനിത് വാങ്ങുന്ന സമയത്ത് എനിക്ക് 160 രൂപക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ 190 രൂപക്കാണ് ഫ്ലിപ്കാർട്ട് കാണുന്നത്. ആമസോണിലും ഫ്ലിപ്കാർട്ട് പിന്നെ ഓഫ്ലൈനായിട്ട് നമുക്കിത് കിട്ടുന്നുണ്ട്. ഈ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലുണ്ട്. ഇതിനൊരു ക്രീമി നോൺ ഡ്രൈയിങ് ടെക്സ്ചറാണുള്ളത്. അത്ര ലോങ് ലാസ്റ്റിംഗ് ഒന്നല്ല. ഫുഡെല്ലാം കഴിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ പോകും, ഉള്ളുന്നെല്ലാം പോകാൻ തുടങ്ങും. ഇതിൽ ക്ലെയിം ചെയ്യുന്നത് പോലെ അത്ര ലോങ് ലാസ്റ്റിംഗ് ഒന്നല്ല. പിന്നെ 8 hours സ്റ്റേ എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അത്രക്കൊന്നും നിൽക്കുന്നൊന്നുമില്ല. ഒരു കൂടിപ്പോയി നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാഷ് ഔട്ടായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഒരു ബട്ടറി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്. അതായത് നമ്മൾ വായിൽ ഇങ്ങനെ ചുണ്ടിലിങ്ങനെ വെക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ മെൽട്ടായിട്ട് പോകുന്ന പോലെ ഫീൽ ചെയ്യും. ഇതിൻ്റെ സ്മെല്ല് വൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ്. അങ്ങനെ കുത്തുന്ന മണമൊന്നുമല്ല. ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്തൊന്നും എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളും തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ യൂസ് ചെയ്ത് ഇത് ചെറുതായിട്ട് ലിപ്പ് പിഗ്മെൻറ്റഡ് ആക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ നോക്കിയ സമയത്ത് ഇത് പിഗ്മെൻറ്റേഷൻ വരുത്തുന്നുണ്ടെന്ന്, ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് പിഗ്മെൻറ്റേഷൻ വരുന്നുണ്ടെന്ന് കുറേ യൂട്യൂബേഴ്സ് പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പിന്നെ എനിക്കും തോന്നി പിഗ്മെൻറ്റഡ് ആവുന്നുണ്ടെന്ന്. പക്ഷേ എനിക്കിത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഷെയ്ഡാണ്. കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ലിപ്സ്റ്റിക്ക്. ഞാൻ കൂടുതലും പിങ്ക് പോലത്തെ പിങ്ക് നല്ല ഒരു ഗ്രേപ്പിൻ്റെ കളർ, അങ്ങനത്തെ കളർ വരുന്ന ഒരു ലിപ് ഷെയ്ഡാണ് എപ്പോഴും ചൂസ് ചെയ്യാറുള്ളത്. പക്ഷേ എൻ്റെ ഒരു ഡസ്കി ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് ഇങ്ങനത്തെ ബ്രൗൺ ഷെയ്ഡൊന്നും സ്യൂട്ട് ആവില്ല എന്നാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് വാങ്ങിയതായിരുന്നു. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. എന്നെപ്പോലുള്ള ഡസ്കി കളറുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് സ്യൂട്ടാവും. ഒരു ലിപ്പ് ലൈനർ വെച്ച് ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ലൈൻ ചെയ്ത് കൊടുത്തിട്ട് ഈ ലിപ്സ്റ്റിക്ക് ഒന്ന് ഇട്ടാൽ മതി. അടിപൊളി ഷെയ്ഡാണ്. എല്ലാ സ്കിൻ ടോണിനും ചേരും. മുഖം പെട്ടെന്ന് തന്നെ ഒരു ബ്രൈറ്റ് ആയ പോലെ നമുക്ക് തോന്നും. നല്ല കിടക്കാച്ച ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷേ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് പിഗ്മെൻറ്റഡ് ആക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് നമ്മൾ അതിനനുസരിച്ചിട്ട് ചുണ്ട് കെയർ ചെയ്താൽ മതി. പിന്നെ ഡെയിലി ഞാൻ ഈ ഷെയ്ഡ് ഇടാൻ ഞാൻ ആരോടും പറയില്ല. കാരണം പറഞ്ഞല്ലോ പിഗ്മെൻറ്റേഷൻ വരുത്തുന്നുണ്ട്. ഇതിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ ഞാൻ ലേറ്റായി പോയതാണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും ഈ ലിപ്സ്റ്റിക്ക് ഇപ്പോൾ ഉണ്ടാവും. ഇതിപ്പോൾ എനിക്കൊരു ഡസ്കി ബ്യൂട്ടീസിനോട് പറയാനുള്ളത്, നിങ്ങൾ ആരും ഡൗട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ് ആരെങ്കിലും വാങ്ങാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഡൗട്ടോട് കൂടി വാങ്ങണോ വേണ്ടോ എന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നതാണെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കോ. നല്ല അടിപൊളി ഷെയ്ഡാണ്. ഡെയിലി യൂസ് ചെയ്യാണ്ടിരുന്നാൽ മതി. പിന്നെ ഇപ്പം ഞാൻ മുഖത്ത് ജസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ ഉറങ്ങി എണീറ്റ് വന്നിട്ട് ഉടനെ ചെയ്യുന്ന വീഡിയോ ആണ്. അതാണ് എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. ഫിൽറ്ററും എഫക്റ്റും ഒന്നും ഇടാണ്ടാണ് ഞാൻ ജസ്റ്റ് ഇത് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. റൂമിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഡേ ലൈറ്റിൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. സ്വിസ് ബ്യൂട്ടീൻ്റെ ഒരു ലിപ്പ് ലൈനറാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് അതൊന്ന് ലൈൻ ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് ഇടുന്നത് നല്ല രസമായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് വാഷ് ഔട്ടായിട്ട് പോകുന്നുണ്ട്. ഫുഡെല്ലാം കഴിക്കുന്ന സമയത്ത് വാഷ് ഔട്ടായിട്ട് പോകുന്നുണ്ട്. ചെറിയൊരു ടിൻറ്റ് ചുണ്ടിന് തരുന്നുണ്ട്. എന്നാൽ പോലും വാഷ് ഔട്ടായിട്ട് പോകുന്നുണ്ട്. ഇന്നർ സൈഡിൽ നിന്നെല്ലാം ഫുള്ളായിട്ട് പോകുന്നുണ്ട്. അത്ര ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല. അതുകൊണ്ടൊരു ലിപ്പ് ലൈനറും കൂടി യൂസ് ചെയ്തിട്ട് ഇടുന്നതാണെങ്കിൽ കുറച്ച് ആ ലിപ്സ്റ്റിക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടിൽ ചെറിയൊരു ലൈറ്റ് കളർ ഉണ്ടാവും. എക്സാക്റ്റ് ബ്രൗൺ നൂഡ് തന്നെയാണ് ഇത്. ഈ ഷെയ്ഡല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മളെ ഗിമി മൊക്ക അല്ലെങ്കിൽ ഗിമി മോച്ച എന്ന് പറയുന്ന ആ ഷെയ്ഡില്ലേ, അതിന് സിമിലർ ആയിട്ടുള്ളൊരു ഷെയ്ഡ് തന്നെയാണ്. ഐ തിങ്ക് ദിസ് ഈസ് പെർഫെക്റ്റ് ഫോർ ബ്രൗൺ ബ്യൂട്ടീസ്. ഇത് ഞാൻ ഡേ ലൈറ്റിൽ എടുത്തതാണ്. ഞാൻ മുഖത്തൊന്നും ഇട്ടിട്ടില്ല. ഞാൻ അങ്ങനെയൊന്നും യൂസ് ചെയ്യാറില്ല. പൗഡർ പോലും ഇട്ടിട്ടില്ല. ഒരു ചെറുതായിട്ട് ലൈൻ ചെയ്തിട്ടുണ്ട്. കണ്ണിന് ചെറുതായിട്ട് ലൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. അപ്പം ബ്രൈറ്റ് ആയി നോക്ക്. ഇത് മാത്രം മതി. ഇട്ട് ജസ്റ്റ് ഡയറക്റ്റ് പുറത്തേക്ക് പോവാം. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഇത് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. പണി കിട്ടും, 8 പണി കിട്ടും. അല്ലാത്ത പക്ഷം ഇത് നല്ലൊരു ഷെയ്ഡാണ്. അപ്പോൾ വാങ്ങാത്തവരുണ്ടെങ്കിൽ കണ്ണും പൊട്ടി വാങ്ങിക്കോ. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നാളെ കാണാം.